വെൽക്കം ടു അവർ ചാനൽ സ്റ്റേ ലേൺഡ്. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജിയാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ തിയറി പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ മെയിൻ ആയിട്ടുള്ള പോർഷൻസ് എക്സാമിൽ മോസ്റ്റായിട്ട് ചോദിക്കുന്ന ഏരിയയിലുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസിൻ്റെ ഒരു ടൂളാണ്. സോ സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജിൽ നമ്മൾ മെഷർ ചെയ്യണത് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. ഫസ്റ്റ് വൺ മീൻ. മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ടോട്ടൽ ഐറ്റത്തിൻ്റെ ആവറേജ് ആണ്. അത് നമ്മൾ എങ്ങനെയാണ് കാണുക വെച്ചാൽ എല്ലാ ഐറ്റംസും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പറിൽ നിന്ന് ഡിവൈഡ് ചെയ്യും. ദെൻ മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് പൊസിഷണൽ ആവറേജ് ആണ്. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഡാറ്റാസിനെ അറേഞ്ച് ചെയ്തിട്ട് പൊസിഷൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കും. ദെൻ മോഡ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് റിപ്പീറ്റിംഗ് ഐറ്റം. ഒരു സീരീസിൽ കോമൺ ആയിട്ട് കാണുന്ന ഐറ്റമാണ് മോഡ്. സോ അത് മോസ്റ്റായിട്ട് ഒക്കർ ചെയ്യണത്, കൂടുതൽ ടൈംസ് ഒക്കർ ചെയ്യണ വാല്യൂ ആണ് മോഡ്. മോഡിനെ നമുക്ക് 3 മീഡിയൻ മൈനസ് 2 മീൻ എന്ന ഫോർമുല യൂസ് ചെയ്തും കാണാൻ പറ്റും. ആൻഡ് ദെൻ ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് n പോസിറ്റീവ് ഈസ് nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ്. n ഇൻറ്റു സീരീസിലുള്ള ഓരോ വാല്യൂനും ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കാണുന്നതാണ് ജോമെട്രിക് മീൻ. ഈ സീരീസിൽ 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ഉള്ള ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ജോമെട്രിക് മീൻ കാണാൻ പറ്റില്ല. ദെൻ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഹാർമോണിക് മീൻ യൂസ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് വാല്യൂവിൻ്റെ റെസിപ്രോക്കലാണ് ഹാർമോണിക് മീൻ. സോ നമുക്ക് അതിൻ്റെ ഫോർമുലാസ് ഒന്ന് നോക്കാം. മീൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യും. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് പറയുമ്പോൾ ടോട്ടൽ, ആ സീരീസിലുള്ള എല്ലാ ഡാറ്റേൻ്റെയും ടോട്ടൽ ഡിവൈഡ് ബൈ ആ സീരീസിൽ എത്ര നമ്പർ ഉണ്ടോ അതാണ് എൻ. ദെൻ മീഡിയൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് n പ്ലസ് 1 ഡിവൈഡ് ബൈ 2th ഐറ്റം. ഈ നമ്മൾ ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടാവില്ലേ, അതാണ് പൊസിഷൻ. ആ പൊസിഷനിൽ ഏത് വാല്യൂ ആണോ വരുന്നത് അതായിരിക്കും മീഡിയൻ. ദെൻ മോഡ് എന്ന് പറയുന്നത് 3 മീഡിയൻ മൈനസ് 2 മീൻ എന്ന് കണ്ടുപിടിച്ചു. ഒരു കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കാണണമെങ്കിൽ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുക. L1 പ്ലസ് F1 മൈനസ് F0 ഡിവൈഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു സി. ഇവിടെ F1 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ്സും L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റാണ്, സി എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവൽ. ദെൻ ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ എന്ന് പറയുമ്പോൾ GM ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു x1 ഇൻറ്റു x2 ഇൻറ്റു എത്ര ഡാറ്റേഴ്സ് ഉണ്ടോ ആ ഡാറ്റാസ് ഫുള്ളും ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കാണുമ്പോഴാണ് നമുക്ക് ജോമെട്രിക് മീൻ കിട്ടുക. ദെൻ ഹാർമോണിക് മീൻ എന്ന് പറയുമ്പോൾ n ഡിവൈഡഡ് ബൈ 1/x1 1/x2 അങ്ങനെ എത്ര എണ്ണമുണ്ട് അതിൻ്റെ റെസിപ്രോക്കലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കും. ദെൻ മെഷർ ഓഫ് ഡിസ്പേർഷൻ. മെഷർ ഓഫ് ഡിസ്പേർഷനിൽ നമുക്ക് 2 മെഷർ ഉണ്ട്, ഒബ്സല്യൂട്ട് മെഷറും റിലേറ്റീവ് മെഷറും. ഒബ്സല്യൂട്ട് മെഷറിൽ നമുക്ക് റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. റിലേറ്റീവ് മെഷറിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ്. മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഒരു ആവറേജ് വാല്യൂവിൽ നിന്ന് ന്യൂമറിക്കൽ ഡാറ്റ എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഫൈൻഡ് ചെയ്യുന്നതാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. സോ അതിൽ അബ്സല്യൂട്ട് മെഷർ നോക്കുക. റേഞ്ച് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ് നമ്മൾ റേഞ്ചിൽ പറയണത്. അത് സിമ്പിൾ മെത്തേഡാണ്, പക്ഷെ അത് ഒരു അപ്രോപ്രിയേറ്റ് മെഷർ അല്ല, കാരണം അത് നമ്മൾ ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. ദെൻ മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് എല്ലാ ഐറ്റംസും കൂടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്പേർഷൻ കാണുന്നതാണ് മീൻ ഡീവിയേഷൻ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ടുവന്നത് കാൾ പിയേഴ്സൺ ആണ് ഇൻ 1893. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ നമ്മൾ സിഗ്മയിലാണ് ഡിനോട്ട് ചെയ്യുക. ദെൻ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ മീൻ ഡീവിയേഷനെ നമ്മൾ മീൻ കൊണ്ട്, മീഡിയം കൊണ്ട്, മോഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുപോലെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ മീൻ കൊണ്ട്, മീഡിയം കൊണ്ട്, മോഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യും. നമ്മൾ മോസ്റ്റ്ലി മീൻ കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക, കാരണം മീനാണ് കോമൺ മെത്തേഡായിട്ട് പറയണത്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സ്ക്വയർ ചെയ്ത് വെച്ചാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടും. സോ ഇതിൻ്റെ നമുക്ക് ഫോർമുല നോക്കാം.
റേഞ്ച് എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ്. മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സിഗ്മ ഡി ബാർ ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ ഡി ബാർ എന്ന് പറയുമ്പോൾ സം ഓഫ് മീൻ ഡീവിയേഷൻ. നമ്മൾ ആ വാല്യൂവിന് ഡീവിയേഷൻ കണ്ടിട്ട് ആ ഡീവിയേഷൻ്റെ സമ്മാണ് സിഗ്മ ഡി ബാർ. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ മീൻ ഡീവിയേഷന് കിട്ടുന്ന ആൻസർ ഡിവൈഡ് ബൈ മീൻ ചെയ്യും. ഓർ മീഡിയൻ ഓർ മോഡ്, മോസ്റ്റ് കോമൺലി മീൻ ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് നമ്മൾ സിഗ്മയിൽ റെപ്രസെൻ്റ് ചെയ്യും. സോ സിഗ്മ ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ, അതിന് റൂട്ട് ചെയ്യും. സോ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ചെയ്യും. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ഇനിയൊരു ഫോർമുലയും കൂടിയുണ്ട്. റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എൻ. സിഗ്മ എക്സ് സ്ക്വയർ പറയുമ്പോൾ ഓരോ വാല്യൂ ഉണ്ടാവില്ലേ, ആ ഓരോ വാല്യൂവിനെയും നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓരോ വാല്യൂവിൻ്റെ ടോട്ടൽ കണ്ടിട്ട് അതിനെ സ്ക്വയർ ചെയ്യണതാണ് സിഗ്മ എക്സ് സ്ക്വയർ. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് മെഷർ ഓഫ് സ്ക്യൂനെസ്. മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ സിമെട്രിക്കൽ അല്ലാത്തതിനാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്ക്യൂനെസ് മീൻസ് ലാക്ക് ഓഫ് സിമെട്രി. ആ ഡിസ്ട്രിബ്യൂഷന് സിമെട്രിക്കൽ ഇല്ലെങ്കിൽ അതിനെ നമ്മൾ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സ്ക്യൂനെസ് നമുക്ക് 2 ടൈപ്സിലുണ്ട്. പോസിറ്റീവ് സ്ക്യൂനെസ് ഉണ്ട്, നെഗറ്റീവ് സ്ക്യൂനെസ് ഉണ്ട്. പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുമ്പോൾ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ആൻഡ് മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ്. അവിടെ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഈസ് റൈറ്റിലോട്ടായിരിക്കും ലോങ്ങർ ടെയിൽ, അതിൻ്റെ നീളം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. ദെൻ നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ ആൻഡ് മീഡിയൻ ഈസ് ലെസ് ദാൻ മോഡ്. ഇവിടെ ടെയിൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് വേർഡ്സിലായിരിക്കും. നമുക്ക് ആ ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പോസിറ്റീവ് സ്ക്യൂനെസ്സിന് റൈറ്റ് സൈഡിലാണ് ടെയിൽ പോണത്. ദെൻ നെഗറ്റീവ് സ്ക്യൂനെസ്സിന് ഫ്രീക്വൻസി ഈസ് ടുവേഴ്സ് ലെഫ്റ്റ് സൈഡ്. ദെൻ സ്ക്യൂനെസ്സിനെ കാണാനുള്ള ഫോർമുല കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ മെഷർ ഓഫ് റിലേഷൻഷിപ്പ്. മെഷർ ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൽ നമ്മൾ കോറിലേഷൻ മെഷറും ഉണ്ട്, റിഗ്രഷൻ അനാലിസിസും ഉണ്ട്. കോറിലേഷൻ എന്ന് പറയുമ്പോൾ 2 or more വേരിയബിൾസിൻ്റെ കോറിലേഷൻ ചെക്ക് ചെയ്യുന്നതാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഫോർമുല മെത്തേഡിലും കാണാൻ പറ്റും. ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് ആ വാല്യൂസിനെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് എന്ന് നമ്മൾ നോക്കി അങ്ങനെയാണ് നമ്മളവിടെ കോറിലേഷൻ നോക്കുക. ഇപ്പോൾ ഒരു ഗ്രാഫിൽ നമ്മൾ വാല്യൂസ് പ്ലോട്ട് ചെയ്തിട്ട് അതിനെ ലൈൻ വരയ്ക്കുമ്പോൾ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്ന് റൈറ്റ് ടോപ്പിലോട്ട് കേർവ് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. സപ്പോസ് ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് റൈറ്റ് ബോട്ടത്തിൽ പോവുകയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇതൊരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണത്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്, കോറിലേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഈ കോറിലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +1 to -1 വരെ ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ അതിനെ പെർഫെക്റ്റ് കോറിലേഷൻ വാല്യൂ എന്ന് പറയുള്ളൂ. ദെൻ റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്, 2 അതിൻ്റെ മേലുള്ള വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് അനാലിസിസ് ചെയ്യുന്നതാണ് റിഗ്രഷൻ അനാലിസിസ്. മോസ്റ്റ്ലി 2 വേരിയബിൾസ് ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യണത്. റിഗ്രഷൻ അനാലിസിസിൻ്റെ കേർവ് അപ്വേർഡ് സ്ലോപ്പ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിലുള്ള അപ്വേർഡ് സ്ലോപ്പ് ആണെങ്കിൽ അത് പോസിറ്റീവ് സ്ലോപ്പാണ്. ആൻഡ് ഡൗൺവേർഡ് സ്ലോപ്പ് ആണെങ്കിൽ അതിന് നെഗറ്റീവ് സ്ലോപ്പ് എന്നും പറയും. ദെൻ ഈ 2 ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയും. സോ അതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ R എന്ന് നമ്മൾ പറയും. R ഈസ് ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഇൻറ്റു ഡി വൈ. ഡീവിയേഷൻ ഓഫ് എക്സിനെയും ഡീവിയേഷൻ ഓഫ് വൈനെയും ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ സിഗ്മ, അതിൻ്റെ ടോട്ടലാണ് സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ദ ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ ആറിനെ കാണാൻ ഇനിയൊരു ഷോർട്ട് മെത്തേഡ് ഉണ്ട്. സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ റൂട്ടിൽ.
ദെൻ റിഗ്രഷൻ അനാലിസിസ് കാണണമെങ്കിൽ നമ്മൾ വൈ ഓൺ എക്സും കാണും എക്സ് ഓൺ വൈ എന്ന് കാണും. വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ആർ ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ ബാർ എക്സ് ബാർ എന്ന് പറയുന്നത് വൈൻ്റെയും എക്സിൻ്റെയും മീനാണ്. ദെൻ എക്സ് ഓൺ വൈ കാണാൻ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇതാണ് നമ്മൾ കോറിലേഷൻ കാണാനും റിഗ്രഷൻ കാണാനുള്ള ഫോർമുല. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സീരീസ് ഓഫ് ഡാറ്റയിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാകും. സോ ആ ഡിഫറെൻറ്റ് വാല്യൂസിനും ഡിഫറെൻറ്റ് പ്രോബബിലിറ്റി ആയിരിക്കും. ഈ പ്രോബബിലിറ്റി കൊണ്ട് നമ്മളൊരു ടേബിൾ ഫോർമാറ്റിൽ മാറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ വേരിയസ് വാല്യൂസ് ഓഫ് റാൻഡം വേരിയബിൾ ആൻഡ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ആയിരിക്കും നമ്മൾ നോട്ട് ചെയ്യണത്. സോ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ 2 മെയിൻ പ്രോപ്പർട്ടീസ്. ദെൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 3 ടൈപ്സ് ഉണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബിസിനസ് ഡിസിഷന് മെയിനായിട്ട് യൂസ്ഫുൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് സക്സസ് ഓർ ഫെയിലർ, ഇങ്ങനെയുള്ള 2 ഔട്ട്കം ആയിരിക്കും നമുക്ക് മോസ്റ്റ്ലി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നിന്ന് കിട്ടണത്. സോ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എങ്ങനെയാണ് കാണാൻ വെച്ചാൽ എൻ ഇൻറ്റു പി. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പേഴ്സ് ആൻഡ് പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത് റൂട്ട് ഓഫ് എൻ ഇൻറ്റു പി ഇൻറ്റു ക്യൂ. ക്യൂ എങ്ങനെ കാണാൻ വെച്ചാൽ പി മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ കിട്ടും. ദെൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇവൻറ്റിൻ്റെ ചാൻസ് ഓഫ് ഹാപ്പനിങ് സ്മോൾ ആണെങ്കിൽ നമ്മളവിടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുക. ഇവിടെ മീൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു പി ആണ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എൻ ഇൻറ്റു പിൻ്റെ റൂട്ടാണ്. ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവന്നത് ഡി മൊവേർ എന്നൊരു മാത്തമാറ്റീഷ്യൻ ആണ് ഇൻ 1733. നോർമൽ ഡിസ്ട്രിബ്യൂഷന് നമുക്ക് നോർമൽ കർവാണ് കിട്ടുക. നോർമൽ കർവിനെ നമ്മൾ കണ്ടിന്യൂസ് കർവ് എന്ന് പറയും. ഇതൊരു ബെൽ ഷേപ്പ്ഡ് കർവ് ആയിരിക്കും. ഈ കർവ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ബെൽ ഷേപ്പ്ഡ് കർവ് ആയിരിക്കും. ഈ കർവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത്. ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഈക്വൽ ആയിരിക്കും, എല്ലാമേ സെയിം വാല്യൂ ആയിരിക്കും. ദെൻ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മെയിനായിട്ട് പറയാൻ മ്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ അത് 68.27% ഏരിയ കവർ ചെയ്യും. മ്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 95.45% ഓഫ് ഏരിയ കവർ ചെയ്യും ഗ്രാഫിൽ. ആൻഡ് മ്യൂ പ്ലസ് ഓർ മൈനസ് 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 98.73% ഓഫ് ഏരിയ കവർ ചെയ്യും. ഈ ഏരിയ കവർ ചെയ്യണത് എന്ന് പറയുന്നതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവ് ലൈ ചെയ്യണ പോയിന്റ്. ഈ പോയിന്റിൽ നിന്നായിരിക്കും നമ്മളൊരു ഡാറ്റേൻ്റെ ഔട്ട്കം നമ്മൾ ചൂസ് ചെയ്യണത്. ദെൻ ഇനി നമുക്ക് റിസർച്ചിനെ കുറിച്ച് നോക്കാം. റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോളേജിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്നതിനാണ് റിസർച്ച് എന്ന് പറയുന്നത്. റീസെർച്ച് എഗെയിൻ സെർച്ചിങ് ഫോർ സംതിങ്, അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ന്യൂ നോളേജിന് വേണ്ടിയോ അല്ല ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ റിസർച്ച് ചെയ്യണത്. ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. റിസർച്ചിൻ്റെ ടൈപ്സ് പറയുന്നത് മെയിനായിട്ട് പ്യുവർ റിസർച്ച് ഉണ്ട്, അപ്ലൈഡ് റിസർച്ച് ഉണ്ട്, സോഷ്യൽ സയൻസ് റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അനലിറ്റിക്കൽ റിസർച്ച്, ഫോർമുലേറ്റീവ് റിസർച്ച്. ഫസ്റ്റ് വൺ പ്യുവർ റിസർച്ച്. പ്യുവർ റിസർച്ചിനെ നമ്മൾ ബേസിക് ഓർ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ടു അറ്റൈൻ നോളേജ് ഓർ ട്രൂത്ത്. ഒരു കാര്യത്തിനെ കുറിച്ച് എക്സ്ട്രാ നോളേജ് കിട്ടാനോ ഒരു കാര്യത്തിൻ്റെ ട്രൂത്ത് അറിയാനോ വേണ്ടിയാണ് നമ്മൾ പ്യുവർ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ദെൻ അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് ഈസ് ഓൾസോ നോൺ ആസ് ആക്ഷൻ റിസർച്ച്. ഈ റിസർച്ച് നമ്മൾ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യണത് ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി, ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ തിയറീസും മോഡൽസും അപ്ലൈ ചെയ്തിട്ടാണ് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഈസ് സോഷ്യൽ സയൻസ് റിസർച്ച്. സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ഫീൽഡിലോ ബിഹേവിയറൽ സയൻസ് ഫീൽഡിലോ നമ്മൾ എന്തെങ്കിലും ഒരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ
അതാണ് സോഷ്യൽ സയൻസ് റിസർച്ച്. എന്തിനാണെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് പ്രോബ്ലത്തിനെ കുറിച്ച് പഠിച്ച് അഗെയിൻ നോളേജ് ഗെയിൻ ചെയ്യുക. അത് വന്ന് സോഷ്യൽ ഫാക്ട്സ് ഓർ ഫിനോമിനയെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കും. അതാണ് സോഷ്യൽ സയൻസ് റിസർച്ചിൽ പറയണത്. ദെൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ഫൈൻഡിങ് റിസർച്ച് ആണ്. ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിൽ നമ്മളൊരു റിസർച്ച് ഫൈൻഡ് ചെയ്യും എന്തെങ്കിലും ഒരു ഫാക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി. ആൻഡ് ദ ഫിഫ്ത്ത് വൺ അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഡാറ്റ ആർ അനലൈസ്ഡ് ആൻഡ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഈസ് മെയ്ഡ്. ഒരു ഡാറ്റേനെ നമ്മൾ എത്രത്തോളം അനലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്കും അനലൈസ് ചെയ്ത് നമ്മളതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് അനലിറ്റിക്കൽ റിസർച്ച്. ഇവിടെ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തിട്ട് ആൻഡ് ദെൻ ഇൻ്റർപ്രിട്ടേഷൻ വെച്ചിട്ടായിരിക്കും നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ ഡിഗ്രിക്ക് ചെയ്യുന്ന പ്രോജക്ട്സ് ഒക്കെ ഒരു അനലിറ്റിക്കൽ റിസർച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. ആൻഡ് ദ സിക്സ്ത് വൺ ഫോർമുലേറ്റീവ് റിസർച്ച്. ഫോർമുലേറ്റീവ് റിസർച്ചിന് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയും. ഇതൊരു ഇനീഷ്യൽ റിസർച്ച് ആണ്. ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഫസ്റ്റ് റിസർച്ച് ചെയ്യണതാണ് ഫോർമുലേറ്റീവ് റിസർച്ച്. ജനറലായിട്ട് കുറച്ച് ഫൈൻഡിങ്സ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫോർമുലേറ്റീവ് റിസർച്ച് ചെയ്യണത്. ഇത് പൈലറ്റ് സ്റ്റഡീൻ്റെ ഫോമിലായിരിക്കും. പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് എ സ്മോൾ സ്റ്റഡി ബിഫോർ ദ മെയിൻ സ്റ്റഡി. മെയിനായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യണ മുന്നേ ഒരു ചെറിയൊരു റിസർച്ച് ചെയ്യണതിനാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുക. സോ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു പൈലറ്റ് സ്റ്റഡി ഫോമിലായിരിക്കും. ന്യൂ ഐഡിയാസ് കളക്ട് ചെയ്യാനും ജനറൽ ഫൈൻഡിങ്സ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫോർമുലേറ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യണത്. ആൻഡ് ഇതില്ലാണ്ട് കുറേ ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ദെൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, ക്രിയേറ്റീവ് റിസർച്ച് ഉണ്ട്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഉണ്ട്. ഇങ്ങനെ കുറേ ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ 6 ടൈപ്സ് ഓഫ് റിസർച്ചസ്. ദെൻ റിസർച്ച് ഡിസൈൻ എന്താണെന്ന് നോക്കാം. റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് പോലെ പ്രിപ്പയർ ചെയ്യുന്നതാണ് റിസർച്ച് ഡിസൈൻ. ദെൻ സാമ്പിൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യും എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് സാമ്പിൾ ഡിസൈൻ. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണെങ്കിൽ അത് റിസർച്ച് ഡിസൈൻ. ഒരു സാമ്പിളിങ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ബ്ലൂ പ്രിൻ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് സാമ്പിൾ ഡിസൈൻ. സോ ക്ലിയർ ആയില്ലേ രണ്ടിൻ്റെയും ഡിഫറൻസ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ടെക്നിക്സ് ഓഫ് സാമ്പിളിങ്. സാമ്പിളിങ് ചെയ്യണതിന് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. ദർ ആർ 2 മെയിൻ ടെക്നിക്സ് ഓഫ് സാമ്പിളിങ്: പ്രോബബിലിറ്റി സാമ്പിളിങ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ ഐറ്റത്തിനും ഈക്വൽ ചാൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തിന്? ആ സാമ്പിളിങ്ങിൽ ഒരു പാർട്ടാവാൻ. സോ അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് 2 ടൈപ്പിലുണ്ട്. സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ഉണ്ട്. സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റത്തിനും ആ സാമ്പിളിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റും. പക്ഷേ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റത്തിനും പറ്റില്ല, ബട്ട് സം സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിന് പറ്റും. അതാണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. സോ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ 2 മെത്തേഡ്സ് ഉണ്ട്: ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ മെത്തേഡും. ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ഓഫ് ഡാറ്റേഴ്സിനെ നമ്മൾ ലോട്ടിട്ട് എടുക്കുക, അതാണ് ലോട്ടറി മെത്തേഡ്. ആൻഡ് റാൻഡം നമ്പർ മെത്തേഡ് എന്ന് പറയുമ്പോൾ സം റാൻഡം നമ്പർ ടേബിൾ ഉണ്ടാകും. ആ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ റാൻഡമായിട്ട് ഓരോ സെറ്റ് ഓഫ് ഡാറ്റ സാമ്പിളായിട്ട് നമ്മൾ പിക്ക് ചെയ്തെടുക്കും, അതാണ് റാൻഡം നമ്പർ മെത്തേഡ്. എക്സാമ്പിൾ ടിപ്പെറ്റ്സ് റാൻഡം നമ്പർ ടേബിളാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ദെൻ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉണ്ട്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് പോപ്പുലേഷനെ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിക്കും. ഓരോ സ്ട്രാറ്റ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരിക്കും. സ്ട്രാറ്റയായിട്ട് തിരിക്കും. ആ സ്ട്രാറ്റ തിരിക്കുന്നതിൻ്റെ ഫീച്ചർ എങ്ങനെയായിരിക്കും? ഹോമോജീനിയസ് നേച്ചർ, ഒരേപോലെയുള്ള നേച്ചറായിട്ടുള്ള കുറച്ച് ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിക്കും. ഈ ഒരു ഗ്രൂപ്പ് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് വേറെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചു വയ്ക്കും. അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ പറയുന്നത്. എന്നിട്ട് ആ ഗ്രൂപ്പിൽ നിന്നായിരിക്കും നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യണത്. ദെൻ ക്ലസ്റ്റർ സാമ്പിളിങ്. ക്ലസ്റ്റർ സാമ്പിളിങ്ങും സെയിം ആണ്. യൂണിവേഴ്സിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കും. പക്ഷെ ഇവിടെ ഹോമോജീനിയസ് നേച്ചർ അല്ല, ഹെട്രോജീനിയസ് നേച്ചറായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ സാമ്പിളിംഗ് ഫ്രെയിം ഇല്ലെങ്കിൽ നമ്മളവിടെ ക്ലസ്റ്റർ സാമ്പിളിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യണത്. എന്നിട്ട് ആ ക്ലസ്റ്ററിൽ നിന്നായിരിക്കും നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യണത്. ദെൻ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ പറഞ്ഞ പോലെ
ഓരോ ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ക്ലസ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് സാമ്പിൾസ് കളക്ട് ചെയ്യും. അതാണ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ദെൻ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ് ഓർ ക്വാസി റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ എന്താ പറയണത് വെച്ചാൽ ടോട്ടൽ യൂണിവേഴ്സിനെ നമ്മൾ എത്ര സാമ്പിൾ വേണം അത്ര സാമ്പിൾ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു യൂണിവേഴ്സിൽ 1000 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 1000 മെമ്പേഴ്സിൽ നിന്ന് നമുക്കൊരു 100 സാമ്പിൾ വേണം. സോ നമ്മൾ 1000 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്നൊരു നമ്പർ കിട്ടും. ആ 10th വരുന്ന പ്ലേസിലുള്ള പേഴ്സൺസൊക്കെ നമ്മൾ എടുക്കും. ഇപ്പോൾ ഒരു 1 to 10ൽ 10th വരുന്നവർ, ദെൻ വൈകും 1 to 10ൽ 10th വരുന്നവർ, അങ്ങനെയുള്ളവരുടെ നന്നായിരിക്കും നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യണം. അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ്. ദെൻ 5th വൺ റാൻഡം റൂട്ട് സാമ്പിളിംഗ്. ഒരു പ്ലാനും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു സ്ട്രീറ്റിൽ പോയിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് നമ്മൾ എടുത്തിട്ട് അവിടെയുള്ള പീപ്പിൾസിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്തതാണ് റാൻഡം റൂട്ട് മെത്തേഡ്. സോ ഇതാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലുള്ള 2 ടൈപ്സ്: സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡ്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് കേട്ടോ. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിൽ ആക്സിഡൻ്റൽ സാമ്പിളിംഗ് ഉണ്ട്, കോട്ട സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, സെൽഫ് സെലക്ഷൻ. ആക്സിഡൻ്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു റിസർച്ചർ ആക്സിഡൻ്റ് ആയിട്ട് ആരെങ്കിലും ഒരാളിനെ കാണുകയാണെങ്കിൽ വിത്തൗട്ട് എനി പ്രയർ അസംഷൻ ഓർ പ്രയർ സെലക്ഷൻ ആരെങ്കിലും ഒരാളിനെ പെട്ടെന്ന് കാണുകയാണെങ്കിൽ അവനോട് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യും. അതാണ് ആക്സിഡൻ്റൽ സാമ്പിളിംഗ് മെത്തേഡ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൽ നിന്ന് നമ്മൾ ഒരു സാമ്പിൾസ് കളക്ട് ചെയ്യും. ദെൻ പർപ്പസീവ് സാമ്പിളിംഗ്. പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അത് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് ആണ്. ഈ ഒരു പേഴ്സണെ കാണുമ്പോൾ നമ്മൾ ഇവർക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ട്, ഇവൻ്റെ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യുക, ജഡ്ജ് ചെയ്ത് അവൻ്റെ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതാണ് പർപ്പസീവ് സാമ്പിളിംഗ് മെത്തേഡ്. അവരായിരിക്കും ആ സാമ്പിളിങ്ങിൽ എക്സ്പേർട്ടായിട്ടുള്ളവർ. സോ അവരുടെ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ദെൻ 4th വൺ കൺവീനിയൻസ് സാമ്പിളിംഗ്. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ റിസർച്ചർക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്നായിരിക്കും സാമ്പിളിങ്സ് കളക്ട് ചെയ്യുക. അതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. ദെൻ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു റിസർച്ചർ ഒരാളിനെ കാണും, അയാളോട് ഈ സാമ്പിളിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ദെൻ അവരോട് പോയി സാമ്പിൾസ് കളക്ട് ചെയ്യും. അതാണ് സ്നോബോൾ സാമ്പിളിംഗ്. ദെൻ സെൽഫ് സെലക്ഷൻ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ റിസർച്ചർക്ക് തോന്നണവരോട് സാമ്പിൾസ് കളക്ട് ചെയ്യും. സെൽഫായിട്ട് ഓരോ പീപ്പിൾസിനെ സെലക്ട് ചെയ്ത് അവരോട് സാമ്പിൾസ് കളക്ട് ചെയ്യും. മേ ബി അവർ ആ സ്റ്റഡിക്ക് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്ന് പോലും അവർ നോക്കില്ല. അതാണ് സെൽഫ് സെലക്ഷൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. സോ ഇതാണ് ടെക്നിക്സ് ഓഫ് സാമ്പിളിങ്ങിൽ. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. ഇനി നോക്കേണ്ടത് സാമ്പിളിംഗ് ബയാസ് ആണ്. സാമ്പിളിംഗ് ബയാസ് എന്ന് പറയുന്നത് സാമ്പിളിങ്ങിൽ വരുന്ന എറേഴ്സാണ് സാമ്പിളിംഗ് ബയാസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ സിസ്റ്റമാറ്റിക് ബയാസ്. സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറയുന്നത് എറർ ഇൻ സാമ്പിളിംഗ് പ്രൊസീജിയർ. സാമ്പിളിംഗ് നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരാണെങ്കിൽ അതാണ് സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറയുന്നത്. അതൊരു സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരുന്നതായിരിക്കും. ഒരു സാമ്പിളിനെ മെഷർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരുന്നതായിരിക്കും. റെസ്പോണ്ടൻസ് നേരാവണ്ണം റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവിടെ നമുക്ക് സിസ്റ്റമാറ്റിക് ബയാസ് വരാം. ദെൻ യൂഷ്വൽ ബയാസ് ഇൻ റിപ്പോർട്ടിംഗ് ഡാറ്റ. ഒരു ഡാറ്റ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എറർ സംഭവിക്കാം, അതും സിസ്റ്റമാറ്റിക് ബയാസിൻ്റെ ഒരു കാരണമാണ്. ദെൻ സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ എന്ന് പറയുമ്പോൾ അവിടെ ബയാസ്ഡ് എററുണ്ട്, അൺബയാസ്ഡ് എററും ഉണ്ട്. ബയാസ്ഡ് എറർ എന്ന് പറയുമ്പോൾ എറർ ഡസ് നോട്ട് ഡിക്രീസ് വെൻ ദ സാമ്പിൾ സൈസ് ഇൻക്രീസ്. നമ്മൾ എത്ര സാമ്പിൾ സൈസ് കൂട്ടിയാലും അവിടെ എറർ എന്ന് പറയുന്നത് കുറയില്ല. അതാണ് ബയാസ്ഡ് എറർ. ദെൻ അൺബയാസ്ഡ് എറർ എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ സൈസ് കൂട്ടുമ്പോൾ എററും കുറയും. അതാണ് അൺബയാസ്ഡ് എറർ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഒരു സാമ്പിളിങ്ങിൽ നമ്മൾ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തതിനെയും ഇൻക്ലൂഡ് ചെയ്യാത്തതിനെയും തമ്മിൽ വരുന്ന എററിനെയാണ് നമ്മൾ അൺബയാസ്ഡ് എറർ എന്ന് പറയുന്നത്. സോ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് സാമ്പിളിംഗ് സർവേയിൽ വരുന്ന എററാണ്. അതുപോലെ ബയാസ്ഡ് എററുണ്ട്, അൺബയാസ്ഡ് എററുണ്ട്. അൺബയാസ്ഡ് എററിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഫോൾട്ടി പ്രോസസ് ഓഫ് സെലക്ഷൻ. ഒരു സെലക്ഷൻ പ്രോസസ്സ്, സാമ്പിളിംഗ് സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു അൺബയാസ്ഡ് എററാണ്. കളക്ഷൻ ഓഫ് ഇൻഫോർമേഷനിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് അൺബയാസ്ഡ് എററിൽ ലീഡ് ചെയ്യും. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡാറ്റ കളക്ഷൻ. നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി
കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അത് പ്രൈമറി ഡാറ്റയുണ്ട്, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വിത്തൗട്ട് എനി റെഫറൻസ് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഓൾറെഡി പബ്ലിഷ് ചെയ്ത റിസോഴ്സസിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റയിൽ ഇൻറ്റേർണൽ ഡാറ്റയുണ്ട്, എക്സ്റ്റേണൽ ഡാറ്റയുണ്ട്. ഇൻറ്റേർണൽ ഡാറ്റ എന്ന് പറയുന്നത് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുമ്പോൾ റിസർച്ചറിൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ ഔട്ട്സൈഡിലുള്ള ഡാറ്റേഴ്സ് ആണ് അത് എക്സ്റ്റേണൽ ഡാറ്റ. അത് ഇൻറ്റേർണൽ ഡാറ്റയിൽ നിന്ന് കുറച്ചും കൂടി ഫാർ എവേ ആയിരിക്കും എക്സ്റ്റേണൽ ഡാറ്റ. സോ പ്രൈമറി ഡാറ്റ നമുക്ക് നോക്കാം. പ്രൈമറി ഡാറ്റയിൽ ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പേഴ്സൺസിനെ ഒബ്സർവ് ചെയ്ത് അവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അനലൈസ് ചെയ്ത് അവനെ നമ്മൾ സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡ്. ദെൻ ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു ഒബ്സർവേഷനാണ്. നമ്മളൊരു പേഴ്സണെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക, അവൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ആൻഡ് ദെൻ അവരെ നമ്മൾ സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എക്സ്പെരിമെൻറ്റേഷൻ. ദെൻ സിമുലേഷൻ എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ഡാറ്റേൻ്റെ നമ്മളൊരു മോഡൽ പ്രിപ്പയർ ചെയ്ത് ആ മോഡൽ വെച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യും, അതാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ആ മോഡൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രിപ്പയർ ചെയ്ത മോഡലാവാം ഓർ ആക്ച്വൽ മോഡൽ തന്നെ ആവാം. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഇൻ്റർവ്യൂ എന്ന് പറയാൻ നമുക്ക് കോമൺ ആയിട്ട് അറിയാം. ഇൻ്റർവ്യൂ എടുക്കുക, ഒരു പേഴ്സണെ നമ്മൾ ഇൻ്റർവ്യൂ എടുത്തിട്ട് ആ ഇൻ്റർവ്യൂ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് നമ്മൾ റിസർച്ചിന് യൂസ് ചെയ്യും, അതാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ നമുക്ക് ഫോർമൽ ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻഫോർമൽ ഇൻ്റർവ്യൂ ഉണ്ട്, സ്ട്രക്ചറൽ പ്ലാൻഡ് ഇൻ്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഇൻ്റർവ്യൂ നടത്താറുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ട്. ആൻഡ് ദെൻ മെയിൽ സർവേ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനേഴ്സിനെ മെയിലായിട്ടോ പോസ്റ്റലായിട്ടോ സെൻഡ് ചെയ്തിട്ട് അതിനെ കൊണ്ട് ഫിൽ ചെയ്യാൻ പറയും, അതാണ് മെയിൽ സർവേ. ആ ഫിൽഡ് ഡാറ്റ വെച്ച് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യും, അതാണ് മെയിൽ സർവേ. ദെൻ ഫീൽഡ് സർവേ എന്ന് പറയുമ്പോൾ റിസർച്ചർ തന്നെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നതാണ് ഫീൽഡ് സർവേ എന്ന് പറയുന്നത്. റിസർച്ചർ തന്നെ എല്ലാവരെയും പോയി അന്വേഷിച്ച് അവൻ്റെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും, സർവേ മെത്തേഡിൽ ഡാറ്റ കളക്ട് ചെയ്യും, അതാണ് ഫീൽഡ് സർവേ. ദെൻ പാനൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ഉണ്ടാവും, അവർ ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിരിക്കും. സോ അവൻ്റെ നിന്ന് നമ്മൾ ആ ഡാറ്റ, നമുക്ക് ഏത് ഡാറ്റ ആണോ വേണ്ട ആ ഡാറ്റ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി അത് വെച്ച് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യും, അതാണ് പാനൽ മെത്തേഡ്. സോ ഇതൊക്കെയാണ് പ്രൈമറി ഡാറ്റ: ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, സിമുലേഷൻ, ഇൻ്റർവ്യൂ, മെയിൽ സർവേ, ഫീൽഡ് സർവേ, പാനൽ മെത്തേഡ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ റിസർച്ചിന് വേണ്ടി കളക്ട് ചെയ്യാം. ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു അസംഷൻ, നമ്മളൊരു ടെസ്റ്റ് ചെയ്യണ മുന്നേ ആ ടെസ്റ്റിന് വെക്കുന്ന അസംഷൻസ് ആണ്. ഇത് അപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യാൻ പറ്റും. അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഒരു മെയിൻ പ്രോബ്ലത്തിൻ്റെ ഒരു അസംഷൻസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണതാണ് ഹൈപ്പോത്തസിസ്. ദെൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 പോസിബിൾ റിസൾട്ട്സ് കിട്ടും. അതിൽ ഫസ്റ്റ് വൺ ആണ് ദ ഹൈപ്പോത്തസിസ് ഈസ് ട്രൂ ബട്ട് അവർ ടെസ്റ്റ് റിജക്ട്സ് ഇറ്റ്. ഹൈപ്പോത്തസിസ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താവും, അതിനെ റിജക്റ്റ് ചെയ്യും, അതാണ് ഹൈപ്പോത്തസിസ് ട്രൂ ബട്ട് അവർ ടെസ്റ്റ് റിജക്ട്സ് ഇറ്റ്. ദെൻ ദ ഹൈപ്പോത്തസിസ് ഈസ് ഫോൾസ് ബട്ട് അവർ ടെസ്റ്റ് അക്സെപ്റ്റ്സ് ഇറ്റ്. ഹൈപ്പോത്തസിസ് ഫോൾസ് ആണെങ്കിലും നമ്മളുടെ ടെസ്റ്റ് അതിനെ അക്സെപ്റ്റ് ചെയ്യും, അതാണ് സെക്കൻഡ് വൺ. ആൻഡ് ദ തേർഡ്, ദ ഹൈപ്പോത്തസിസ് ഈസ് ട്രൂ ആൻഡ് അവർ ടെസ്റ്റ് അക്സെപ്റ്റ്സ് ഇറ്റ്സ്. ഹൈപ്പോത്തസിസും ട്രൂ ആണ്, നമ്മുടെ ടെസ്റ്റും അതിനെ അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ദ ഫോർത്ത് വൺ, ദ ഹൈപ്പോത്തസിസ് ഈസ് ഫോൾസ് ആൻഡ് അവർ ടെസ്റ്റ് റിജക്ട്സ് ഇറ്റ്സ്. ഹൈപ്പോത്തസിസും ഫോൾസ് ആണ്, നമ്മുടെ ടെസ്റ്റും അതിനെ റിജക്റ്റ് ചെയ്യും. ഇത് ഫോർത്ത് ടൈപ്പ് ഓഫ് പോസിബിൾ ആണ്. സോ ഇതിൽ ഫസ്റ്റ് 2 ടൈപ്പ് ഓഫ് പോസിബിളിനെയാണ് നമ്മൾ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എറർ എന്ന് പറയാം. ഹൈപ്പോത്തസിസ് ഈസ് ട്രൂ, ഹൈപ്പോത്തസിസ് ട്രൂ ആണ്, പക്ഷെ നമ്മുടെ ടെസ്റ്റ് അതിനെ റിജക്റ്റ് ചെയ്യും, അതിനെ നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറയും. ആൻഡ് ഹൈപ്പോത്തസിസ് ഫോൾസ് ആയിരിക്കും, പക്ഷെ നമ്മുടെ ടെസ്റ്റ് അതിനെ അക്സെപ്റ്റ് ചെയ്യും, അതിനെ നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയും. ദെൻ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അസംഷനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പാരാമെട്രിക് ടെസ്റ്റ് മെയിനായിട്ട് സെറ്റ് ടെസ്റ്റ് ഉണ്ട്, ടി ടെസ്റ്റ് ഉണ്ട്, എഫ് ടെസ്റ്റ് ഉണ്ട്. സെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഡാറ്റയിൽ n എന്ന് പറയുന്നത് എബോവ് 30 ആണെങ്കിൽ നമ്മളവിടെ സെറ്റ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക.
ഈ സെറ്റ് ടെസ്റ്റും വെച്ച് കമ്പയർ ചെയ്തിട്ട് ടേബിൾ വാല്യൂ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും ഈ വാല്യൂവിനെ. ദെൻ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അസംഷൻസ് ഓർ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ ടി ടെസ്റ്റും സെറ്റ് ടെസ്റ്റ് പോലെയാണ്. എന്ന് പറയുന്നത് ലെസ് ദാൻ 30 ആണെങ്കിൽ നമ്മളവിടെ ടി ടെസ്റ്റ് യൂസ് ചെയ്യും. അത് മാത്രമേ സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ എഫ് ടെസ്റ്റ് യൂസ് ചെയ്യും എന്ന് പറയും. ടു ടെസ്റ്റ് ദ ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ, രണ്ട് പോപ്പുലേഷൻ്റെ ഇക്വാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. ഇതാണ് പാരാമെട്രിക് ടെസ്റ്റ്. ദെൻ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ അസംഷൻസ് യൂസ് ചെയ്യാണ്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയും. നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ ചൈ സ്ക്വയർ ടെസ്റ്റ് ഉണ്ട്, അനോവ ഉണ്ട്, വിൽകോക്സൺ മാൻ വൈറ്റ്നി ടെസ്റ്റ് ഉണ്ട്, വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ഉണ്ട്, ആൻഡ് വിൽകോക്സൺ മാച്ച്ഡ് പെയർ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ഉണ്ട്. ചൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത് കാൾ പിയേഴ്സനാണ് കണ്ടുപിടിച്ചത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിൻ്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ആണ് നമ്മൾ ചൈ സ്ക്വയർ ടെസ്റ്റിൽ കണ്ടുപിടിക്കുന്നത്. ദെൻ അനോവ ഓർ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത് ടു ടെസ്റ്റ് നൾ ഹൈപ്പോത്തസിസ് ദാറ്റ് സാമ്പിൾസ് ആർ ഡ്രോൺ ഫ്രം സെയിം പോപ്പുലേഷൻ നിന്ന് സാമ്പിൾസ് നമ്മൾ ഡിഫറെൻറ്റ് സാമ്പിൾസ് ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് അനോവയിൽ പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് R.A. ഫിഷറാണ്. മോസ്റ്റ്ലി ഇത് അഗ്രികൾച്ചർ റിസർച്ചിലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പണ്ട്. ഇപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് റിസർച്ചസിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് 1 tail അനോവയുണ്ട്, 2 tail അനോവയും ഉണ്ട്. ദെൻ വിൽകോക്സൺ മാൻ വൈറ്റ്നി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടു ടെസ്റ്റ് ദ ടു പോപ്പുലേഷൻ ദാറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ. രണ്ട് പോപ്പുലേഷനും ഐഡൻറ്റിക്കൽ ആയിട്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റ ടെസ്റ്റ് ചെയ്യാനാണ് വിൽകോക്സൺ മാൻ വൈറ്റ്നി ടെസ്റ്റ് യൂസ് ചെയ്യണത്. ദെൻ വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് റാങ്കിങ് ഡാറ്റാസ് ഇതുപോലെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് യൂസ് ചെയ്യും. ദെൻ ദ ലാസ്റ്റ് വിൽകോക്സൺ മാച്ച്ഡ് പെയർ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. സോ ഇതാണ് പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും. ആൻഡ് ഇനി നമുക്ക് നോക്കേണ്ടത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. റിപ്പോർട്ട് റൈറ്റിംഗ് നമുക്ക് 2 ടൈപ്പിലുണ്ട്. ഓറൽ റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ട് ആൻഡ് റിട്ടേൺ റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ട്. റിട്ടേൺ റിപ്പോർട്ട് റൈറ്റിംഗ് നമ്മൾ 3 ടൈപ്സിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും. പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ലേമാനിന് വേണ്ടിയാണ്. സോ അത് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോമിലായിരിക്കും പ്രിപ്പയർ ചെയ്യണത്. ടു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അത് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയാണ്. സോ ടെക്നിക്കൽ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് ആൻഡ് ടെക്നിക്കൽ നേച്ചറിലായിരിക്കും അത് പ്രിപ്പയർ ചെയ്യണത്. ഇതാണ് 2 ടൈപ്സ് ഓഫ് റിപ്പോർട്ട് റൈറ്റിങ്ങിൽ. ഓറൽ റിപ്പോർട്ടിൽ മോസ്റ്റ്ലി USA അങ്ങനത്തെ കൺട്രീസിലാണ് യൂസ് ചെയ്യണത്. ദെൻ റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുക. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ റിപ്പോർട്ട് ബ്രീഫ്ലി. ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ബ്രീഫായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ആ പ്രോബ്ലത്തിനെ കുറിച്ചുള്ള മെറ്റീരിയൽസും ഡാറ്റാസും കളക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത്. ആൻഡ് ഇതിനൊക്കെ നമ്മളൊരു ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യും. അതാണ് തേർഡ് സ്റ്റേജ്, മേക്ക് ഓവറോൾ ഫോർമാറ്റ്. ആൻഡ് ദ ഫോർത്ത് സ്റ്റേജ് ഈസ് മേക്ക് എ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ. ഒരു ഓവറോൾ ഫോർമാറ്റ് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്തത്, എങ്ങനെയാണ് അതിൻ്റെ കൺക്ലൂഷൻ വരേണ്ടത് എന്നൊരു നമ്മൾ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ആൻഡ് ഡ്രാഫ്റ്റിംഗ് ദ റിപ്പോർട്ടിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഡ്രാഫ്റ്റ് ഉണ്ട്, ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ എന്നാ പറയുക വെച്ചാൽ ജസ്റ്റ് നമ്മൾ വേർഡ്സിൽ പ്രിപ്പയർ ചെയ്യും. കളക്ട് ചെയ്ത ഡാറ്റ വെച്ചിട്ട് നമ്മൾ റിട്ടേൺ ഫോർമാറ്റിൽ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആൻഡ് സെക്കൻഡ് ഡ്രാഫ്റ്റിൽ അതിന് എഡിറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ആൻഡ് ഫൈനൽ ഡ്രാഫ്റ്റ് ആയിരിക്കും നമ്മൾ ഫൈനലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട്. അവിടെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യണത്. ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നതിൽ ഫുട് നോട്ട്സ് ആഡ് ചെയ്യുക, ബിബ്ലിയോഗ്രാഫി വെക്കുക, ടേബിൾസ്, ചാർട്ട്സ്, അപ്പൻഡിക്സ് ഇങ്ങനെയുള്ളതൊക്കെയാണ് ഡോക്യുമെൻറ്റേഷനിൽ വരുന്നത്. ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ സ്റ്റൈലുണ്ട്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ സ്റ്റൈലുണ്ട്, ആൻഡ് ടർബിയൻ ഓർ ചിക്കാഗോ സ്റ്റൈൽ ഓഫ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഇതാണ് 3 ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽ. ആൻഡ് ദെൻ
പ്രസൻറ്റേഷൻ ഓഫ് റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് റൈറ്റിംഗ് നോക്കി ആൻഡ് അതിനെ എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഓറൽ റിപ്പോർട്ട്. ഓറൽ റിപ്പോർട്ട് നമ്മൾ ഓൾറെഡി നോക്കി. ഓറലായിട്ട് ഒരു റിപ്പോർട്ടിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണതാണ് ഓറൽ റിപ്പോർട്ട്. ദെൻ റിട്ടേൺ റിപ്പോർട്ട്. റിട്ടേൺ റിപ്പോർട്ടിൽ നമ്മൾ പറയണത് റിപ്പോർട്ടിനെ നമ്മൾ റിട്ടേൺ ഫോർമാറ്റിൽ വയ്ക്കുന്നതാണ്. ദെൻ പോസ്റ്റർ സെഷൻ. പോസ്റ്റർ സെഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിപ്പോർട്ടിനെ ബ്രീഫായിട്ട് പോസ്റ്റർ ഫോർമാറ്റിൽ നമ്മളത് കാണിക്കും, അതാണ് പോസ്റ്റർ സെഷൻ. ദെൻ സ്ലൈഡ് പ്രസൻറ്റേഷൻ. സ്ലൈഡ് പ്രസൻറ്റേഷന് നമ്മൾ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യും. സ്ലൈഡ്, ഓരോ സ്ലൈഡായിട്ട് നമ്മൾ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെയായിരിക്കും നമ്മൾ പ്രസൻറ്റേഷന് സബ്മിറ്റ് ചെയ്യാതാണ് സ്ലൈഡ് പ്രസൻറ്റേഷൻ. ദെൻ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. വേർഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ പ്ലാൻ സബ്മിറ്റ് ചെയ്യും, അതാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ആൻഡ് ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് പ്രസൻറ്റേഷൻ പറയുമ്പോൾ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യും, അതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രസൻറ്റേഷൻ. ആൻഡ് ദ ലാസ്റ്റ് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് പ്ലഗിയറിസം. പ്ലഗിയറിസം എന്ന് പറയുന്നത് ഓൾറെഡി ഒരാൾ ചെയ്ത റിപ്പോർട്ടിനെ നമ്മൾ ജസ്റ്റ് അങ്ങനെ കോപ്പി അടിക്കും, ഒരു ചേഞ്ചസ് പോലും വരാണ്ട് ഫുള്ളായിട്ട് നമ്മൾ കോപ്പി ചെയ്ത് നമ്മളുടെ റിപ്പോർട്ടിൽ യൂസ് ചെയ്യണം, അതിനാണ് പ്ലഗിയറിസം എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി കോമൺ ആണ് ഇപ്പോൾ എല്ലാവരുടെയും. പക്ഷേ ഇപ്പോൾ പ്ലഗിയറിസം കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലഗിയറിസം എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ഡിസോണസ്റ്റി ആൻഡ് ബ്രീച്ച് ഓഫ് ജേർണലിസ്റ്റിക് എത്തിക്സ് എന്ന് നമ്മൾ പറയും. ഒരു എത്തിക്കൽ നേച്ചറിൽ നിന്ന് നമ്മൾ അൺഎത്തിക്കൽ നേച്ചറിലോട്ട് പോകുന്നതാണ് പ്ലഗിയറിസം. ഒരാൾ ചെയ്ത വർക്കിനെ നമ്മൾ അതിൻ്റെ ഒരു കൊട്ടേഷൻ പോലും ഇല്ലാണ്ട്, അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മളത് അങ്ങനെ നമ്മുടെ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഷോർട്ടായിട്ട് പ്ലഗിയറിസം എന്ന് പറയാം. സോ നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിനായിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു ആൻഡ് റിസർച്ച് മെത്തഡോളജീസും കവർ ചെയ്തു. എല്ലാം ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എക്സാമിന് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ മാത്രമാണ് ഞാൻ കവർ ചെയ്തത്. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. Stay home, stay safe, stay learned. Thank you.